അപ്പോൾ പ്ലം കേക്കിലേക്ക് നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ റമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റമ്മിന് പകരം ഓറഞ്ച് നീര് എടുക്കാം, അതുപോലെ തന്നെ വൈൻ, നല്ല റെഡ് വൈൻ എടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8 ഈത്തപ്പഴം ഇതേപോലെ ഒന്ന് നുറുക്കി ഇട്ടതാണ്. അത് നമുക്ക് ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറി നുറുക്കിയത്, ഒരു 1/4 കപ്പ് മുന്തിരി. ഞാനിവിടെ ഈ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് റൈസിൻസ് കിട്ടി അത് ചേർത്ത് കൊടുക്കാം. സീഡ്ലെസ് ആയിട്ടുള്ളത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലാച്ചെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ കുരു കടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് റൈസിൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഈ റൈസിൻസ് നല്ല ടേസ്റ്റാണ്, ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മിക്സ്ഡ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് റമ്മ് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കുന്ന അളവിന് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട്, അത് ഞാനിപ്പോൾ പ്ലം കേക്ക് നാളെ ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇത് കുതിർത്തി വെക്കും. ഒരു 2 ദിവസം മുന്നേലും കുതിർത്തി വെക്കാം. നല്ല ക്ലീൻ ഫിലിം വെച്ചിട്ട് നന്നായിട്ട് മൂടിയിട്ട് നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റമ്മിന് പകരം ഓറഞ്ച് നീര് ഇതേപോലെ തന്നെ ഓറഞ്ച് നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ സോക്ക് ചെയ്ത് വെക്കാം ഡ്രൈ ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ വൈനിൽ റെഡ് വൈൻ അതിനകത്ത് നമുക്ക് ഇതേപോലെ സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലം കേക്കിന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ പുറത്ത് വയ്ക്കുകയാണ്. 1 കിലോൻ്റെ പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആദ്യം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആകെ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിൽ 1/2 കപ്പ് കാരമൽ എടുത്തു. ഇനി ഇതൊന്ന് ഇപ്പം ഇളക്കി കൊടുക്കരുത്, ഒന്ന് ഉരുകി വരുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇല്ലാച്ചെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇനി തൊട്ടിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കളറ് ചേഞ്ച് ആവണം. ഈ കളറായി കഴിഞ്ഞാൽ പ്ലം കേക്കിന് ആ ഒരു പ്ലം കേക്കിൻ്റെ കളറ് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഓവറായിട്ട് കരിഞ്ഞു പോകരുത്, കേക്ക് ഭയങ്കര കയ്പ്പരസമായിരിക്കും. കുറച്ചുകൂടെ നമുക്കൊരു ഗോൾഡൻ ആക്കാം. അപ്പോൾ പഞ്ചസാര ഈ ഒരു കളറ് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മേലേക്ക് തെറിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ച ഈ 1 കപ്പ് വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കാരമൽ സിറപ്പ് ഇതേപോലൊരു ബൗളിലോട്ട് ഒഴിച്ച് വെക്കാം. ഞാൻ നന്നായി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം നമുക്ക്. ഇനി നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് കോഴിമുട്ടയാണ് നമ്മൾ 1 കിലോ പ്ലം കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുട്ടയുടെ തൊണ്ടൊന്ന് പൊട്ടി അതാണ് ഞാൻ കയ്യിലേക്ക് ഇട്ടിട്ടാണ് എഗ് വൈറ്റ് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 കോഴിമുട്ട നമ്മൾ എഗ് വൈറ്റ് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം എഗ് വൈറ്റ് ഒന്ന്
നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ക്രീം പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഞാനിവിടെ 1 കിലോ പ്ലം കേക്കിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ 1/2 കപ്പ് കാരമൽ ചെയ്യാനായിട്ട് എടുത്തു. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് അളന്നെടുത്തതിന് ശേഷമാണ് പൊടിക്കുന്നത്. ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 2 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചു കൊടുക്കണം. കാരണം നമ്മൾ എത്ര പൊടിച്ചാൽ ഇതിനകത്ത് ചിലപ്പോൾ തരികൾ കാണും. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് അരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര 2 ഗ്രാമ്പു ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾ ഓയിലും വാനില എസൻസും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് 1/2 കപ്പ് മൈദ ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതായത് ജാതിയുടെ കുരു പൊടിച്ചത്. ഇനിയിപ്പോൾ നട്ട്മെഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ജാതിയുടെ കുരു ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ജാതിയുടെ കുരു എടുത്തിട്ട് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂണ്. അതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാം നന്നായിട്ട്. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്പാച്ചില വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഒരുപാട് മിക്സ് ആയി കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി വരില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഊറ്റിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. റമ്മ് ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിടി കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതേപോലെ
അപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർക്കണമായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് ഒന്നിച്ച് ചേർത്ത് കൊടുത്ത്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ. ഞാനൊരു കാര്യം വിട്ടുപോയി. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കാണിക്കാൻ മറന്നു. അപ്പോൾ നിങ്ങൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം വരും ഓറഞ്ചിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണൊക്കെ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പ്ലം കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലോട്ട് മാറ്റാം. അപ്പം ഞാനിവിടെ 1 കിലോൻ്റെ പേപ്പർ മോൾഡിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഡലിച്ചെമ്പിലോ ചെയ്യാൻ പറ്റും. ഈ പേപ്പർ മോൾഡിൽ തന്നെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ബേക്കായി വരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ വണ്ടർ ഷെഫ് OTG ആണ്. അതിലൊരു 109 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കണം. നമുക്ക് ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പേപ്പർ മോൾഡിൽ നമ്മൾ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം പ്ലം കേക്കിന് എന്തായാലും ഉള്ളിൽ ബബിൾസൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. മറ്റേ നമ്മൾ ക്രീം കേക്കിനൊക്കെ വെച്ചെങ്കിൽ ഇപ്പം ജസ്റ്റ് എയർ ബബിൾസ് ഉള്ളിലുണ്ടെച്ചെങ്കിൽ നമ്മൾ ക്രീം യൂസ് ചെയ്യുമ്പോൾ അതങ്ങോട്ട് മറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെച്ചെങ്കിൽ ഈ മോൾഡിൽ തന്നെ ബേക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ഈ മോൾഡോട് കൂടി തന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പം അത് ബേക്കായി വരുമ്പോൾ പൊന്തി വരും. സെൻറ്ററിൽ അതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ചിലരത് ഫുള്ളായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ചാൽ ആ പ്ലം കേക്കിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവനിൽ ഇല്ലാച്ചെങ്കിൽ ഇഡലിത്തട്ടിലായാലും അതായത് ഇഡലി കുക്കറിലായാലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പേപ്പർ മോൾഡ് വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നന്നായി തണുക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് വെച്ചാലേ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പ്ലം കേക്കിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.